ഈ ഒരു എഫക്റ്റ് നമുക്ക് എങ്ങനെ മൊബൈൽ ഫോണിൽ ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് VN Lightroom ഫോട്ടോ ലെയർ ഈ 3 ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിപ്പ് ആദ്യത്തെ ഭാഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ സ്ക്രീൻഷോട്ട് നമ്മൾ Lightroom മൊബൈലിൽ ഓപ്പൺ ബിൽഡിംഗ് ബ്ലോക്കുകളുടെ ഭാഗമൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ റിമൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് ഈ ബിൽഡിംഗ് ബ്ലോക്കുകളുടെ ഭാഗമൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഈ ഇറേസ് ചെയ്ത് കളഞ്ഞ ശേഷം ബിൽഡിംഗ് ഇല്ലാത്തൊരു ഭാഗം നമുക്ക് ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് നമ്മൾ ഫോട്ടോ ലെയറിൽ ഒന്നും കൂടി ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇനി വേണ്ടത് ആ ബിൽഡിംഗ് ബ്ലോക്കുകളുടെ 2 പീസായിട്ടുള്ള ഭാഗമാണോ അല്ലെങ്കിൽ സിംഗിൾ പീസായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ. അപ്പോൾ അതൊന്ന് റിമൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അൺവാണ്ടഡ് ഭാഗങ്ങളൊന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഈ അൺവാണ്ടഡ് ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് ഈ ബിൽഡിംഗ് ഞാൻ 2 പീസായിട്ടാണ് സേവ് ചെയ്ത് 2 പീസായിട്ട് മൂവ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ടാണ് 2 ഭാഗമായിട്ട് സേവ് ചെയ്യുന്നത്. ഇത് എന്നിട്ട് നമുക്ക് VN ഓപ്പൺ ചെയ്യാം. VN ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ഏറ്റവും താഴെ Lightroom നമ്മൾ വർക്ക് ചെയ്ത സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ ബിൽഡിംഗ് ബ്ലോക്സുകൾ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്യുകയാണ്. അതിനുശേഷം അതിൻ്റെ മുകളിലെ പീസും കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇതിന് ശേഷം കീ ഫ്രെയിം നമുക്ക് കൊടുക്കാം. ഈ മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ കീ ഫ്രെയിമും കൊടുക്കണം. അപ്പോൾ 2 ഭാഗത്തായിട്ട് കറക്റ്റ് കീ ഫ്രെയിമിങ് ആഡ് ചെയ്യാം. ടൂൾ യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ടിംഗ് ഉള്ള ഒരു പൊസിഷൻ ഈ ബിൽഡിങ്ങിനെ മാസ്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയാം. രണ്ടാമത്തെ കീ ഫ്രെയിമിംഗ് ഉള്ള സ്ഥലത്ത് വിസിബിൾ ആവുന്ന രീതിയിൽ മാസ്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മൾ 2 കീ ഫ്രെയിമിംഗ് ആഡ് ചെയ്യുന്നുണ്ട്. ആ കീ ഫ്രെയിമിംഗ് അനുസരിച്ചിട്ടാണ് ആ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുക. ഇനി കുറച്ച് സൗണ്ട് എഫക്ട്സും കളും ആഡ് ചെയ്യാം. ഒരു എഫക്റ്റ് നമുക്ക് PC യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഡസ്റ്റ് പാർട്ടിക്കലിലും ഈ സൗണ്ട് എഫക്ട്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഡ്രൈവ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.